ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ എയർ ഫ്രൈ റെസിപ്പീസാണ്. പാർട്ട് 7 വരെയുള്ള വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 8ാമത്തെ വീഡിയോ ആണ്. എയർ ഫ്രൈ റെസിപ്പീസിൽ ഇങ്ങനെ കൂടുതൽ വീഡിയോസ് കാണിക്കുന്ന 8ാമത്തെ വീഡിയോ ആണ്. അല്ലാതെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് കാണിക്കുന്നത്. രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി വെച്ചിട്ട് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഓറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ പൈനാപ്പിൾ ഗ്രില്ലില്ലേ, ഇപ്പോൾ അധികം ഇൻസ്റ്റയിലെല്ലാം കാണുന്ന പൈനാപ്പിൾ വെച്ചിട്ട് ഗ്രില്ലുണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ഓയിലൊന്നും ഇല്ലാതെ വെള്ളക്കടല ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്വീറ്റ് കോണില്ലേ, അത് എയർ ഫ്രയറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇതിന് മുമ്പായിട്ട് ഞാൻ സ്വീറ്റ് കോണിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുറച്ചൊരു മസാലയാക്കിയിട്ടുള്ള സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതാ ഒരു ബൗളിൽ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും ടേസ്റ്റിന് അനുസരിച്ചിട്ടും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പുളിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെറുനാരങ്ങ നീരെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് സ്വീറ്റ് കോൺ. ഇനി അത് സ്വീറ്റ് കോണിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേങ്കിൽ എനിക്ക് ഈ വലിയൊരു സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ എയർ ഫ്രയറിൽ മുഴുവനായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റാണ് ടൈം വെച്ച് കൊടുക്കുന്നത്. 7 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ കംപ്ലീറ്റ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ കുട്ടികളെ അയക്കുമ്പോൾ പേടിയല്ലേ. അപ്പോൾ ഇത് ഇവിടെ എൻ്റെ മോൻ തന്നെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. അവന് ഇങ്ങനെ മസാലയൊന്നും ഇല്ല എങ്കിലും ആ ഒരു സ്വീറ്റ് കോൺ ഇതേപോലെ ഒന്ന് വേവിച്ചിട്ടെടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ ഓരോ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റിൽ വരുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു പാക്കിൽ 8 എണ്ണമാണ് ഉണ്ടാവാൻ. ആ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റിൻ്റെ ക്രീമോട് കൂടിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓരോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോർബോണോ അങ്ങനെ ഏതെങ്കിലും ഒരു മിൽക്ക് ബിസ്ക്കറ്റ് ക്രീം വരുന്ന ബിസ്ക്കറ്റ് എടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതൊരു നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബൗളിൽ തന്നെയാണ് ഇട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ബൗളിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്താലും മതി. ഇനി അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണിന് കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പാക്ക് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്, 8 ബിസ്ക്കറ്റ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇത്രയും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് റൂം ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ കൺസിസ്റ്റൻസി വരില്ല, അത്രയും പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഒട്ടും തന്നെ കട്ടയില്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന അത്രയും പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. ഞാനിത് ഈ ഒരു ബൗളിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു ബൗളിൽ കപ്പ് കേക്ക് അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു എയർ ഫ്രയറിൽ. അതിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ടെമ്പറേച്ചർ വന്നിട്ടുള്ളത് 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടൈം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 20 മിനിറ്റാണ് കേട്ടോ. എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ എയർ ഫ്രയർ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. അല്ലാത്ത നമ്മൾ റെസിപ്പീസ് എല്ലാം ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയോ മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക. പിന്നെ അത് എല്ലാവർക്കും അറിയുന്നതല്ലേ, ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. 20 മിനിറ്റ്സ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കടല വറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഞാനിവിടെ വെള്ളക്കടലയാണ് വറുത്തെടുക്കുന്നത്. ഇതിന് മുമ്പായിട്ട് നമ്മൾ മണിക്കടലയില്ലേ, ബ്ലാക്ക് കടല, അത് വറുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നിലക്കടലയും പീനട്ട്, അതായത് ആ ഒരു പീനട്ടില്ലേ, അതൊക്കെ നമുക്ക് എയർ ഫ്രയറിൽ വറുത്തെടുക്കാം കേട്ടോ. ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗളിൽ വേവിച്ചിട്ടുള്ള കടല എടുത്തിട്ടുണ്ട് കേട്ടോ. കുതിർത്ത് വെച്ചതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. വെള്ളക്കടല അധികം അങ്ങ് വെന്ത് പോകരുത്, നമുക്ക് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ആ ഒരു ഇതിൽ തന്നെ കിട്ടണം, കടലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണം. ഉടഞ്ഞു പോയാൽ അത്ര അങ്ങ് നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ വെന്തിട്ടുണ്ട്, എന്നാൽ അങ്ങ് ഉടഞ്ഞും പോയിട്ടില്ല, ആ ഒരു രീതി കിട്ടണേ. അത് മെയിൻ സ്റ്റെപ്പാണ്. ഇനി നമുക്ക് ഒരു സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മുളകും പിന്നെ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു സ്പൈസി ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ അങ്ങ് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി. ഇനി വേവിച്ചിട്ടുള്ള കടല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടല എടുത്താൽ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത കടല വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്കിപ്പം ടിന്നിൽ വാങ്ങാൻ കിട്ടുമല്ലോ വേവിച്ചിട്ടുള്ള കടല, അങ്ങനെ എടുക്കുന്നതാണെങ്കിൽ ആ ഒരു വെള്ളം ഫുള്ളായിട്ടും റിമൂവ് ചെയ്യണേ. ഒരു അരിപ്പയിലിട്ടിട്ട് ഫുള്ളായിട്ടും അരിച്ചതിന് ശേഷം മാത്രം എടുക്കാം. കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന MI എന്ന എയർ ഫ്രയറിൽ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആപ്പിൽ ഉണ്ട് ഈ ഒരു റെസിപ്പി, ഈ വെള്ളക്കടലേൻ്റേത്. അപ്പോൾ അതിൽ ടൈമും ടെമ്പറേച്ചറും വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം. അപ്പോൾ അതിൽ ഈ മാനുവലിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 14 മിനിറ്റാണ് അതിൽ പറഞ്ഞത് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ ഐക്കൺ എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 14 മിനിറ്റിനുള്ളിൽ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഷെയ്ക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നമ്മൾ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൽ ഈ കടല കുറച്ചൊന്ന് ഡ്രൈ ആയി എന്ന പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുമ്പായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് ആ ഒരു സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ എന്നോട് മറന്നു പോയതാണ്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഒലീവ് ഓയിലാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 6 മിനിറ്റും കൂടി ടൈം ബാക്കിയുണ്ട്. അപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞ്, അതായത് ഈ 14 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഇപ്പോൾ കംപ്ലീറ്റ് ഓഫ് ആയിട്ടുണ്ട്. ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു കടലയില്ലേ, നമ്മൾ വിചാരിച്ചത് അത്ര അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ അത് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8 മിനിറ്റ് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ 8 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം എയർ ഫ്രയർ ഓഫായിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ആ ഒരു മണിയായിട്ടുള്ള ആ ഒരു സൗണ്ടില്ല, അപ്പോൾ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടേനു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. വൈകുന്നേരം ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലി ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം എയർ ഫ്രയറിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കാം. ഞാനിവിടെ രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള 5 ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ്. ഇനി നമുക്കത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഇഡ്ഡലി 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പായിട്ട് ഇഡ്ഡലി ബാറ്റർ നമുക്ക് എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ പിന്നെ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ മുഴുവനായിട്ടും ഇഡ്ഡലി ആ ഒരു 5 ഇഡ്ഡലിയും ഇങ്ങനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയില്ലേ, അത് ഇട്ട് കൊടുത്താൽ എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, എൻ്റെ കയ്യിലില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ആ ഒരു ചമ്മന്തിപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ടാൽ അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിൻ്റെയും പിന്നെ മുളക് പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എയർ ഫ്രയറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ മാനുവൽ എന്നുള്ള ഓപ്ഷനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 8 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവാൻ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ ഇഷ്ടമായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഉണ്ടാവും. നമ്മൾ ഇഡ്ഡലി വെറുതെ അങ്ങ് വേസ്റ്റാക്കി കളയണ്ട. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തത് പോലെ ഉണ്ടാവും. പിന്നെ അതിൽ നിന്നുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് പൈനാപ്പിളും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം എയർ ഫ്രയറിൽ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പൈനാപ്പിൾ അത്ര അങ്ങ് പഴുത്ത് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ പല തരത്തിലുള്ള പല രാജ്യത്തെ പൈനാപ്പിൾ അതേപോലെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പൈനാപ്പിൾ നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇത് ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ട് 2 ദിവസമായി പഴുക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ അത് ചീത്തയായി പോകുന്ന ആ ഒരു ഘട്ടമെത്തിയപ്പോഴാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പഴുത്തിട്ടില്ല. അപ്പോൾ ഇതിലും കുറച്ചും കൂടി പഴുത്ത ഒരു ഇളം മധുരം വരുന്ന ഒരു പൈനാപ്പിളില്ലേ, മധുരം നന്നായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ പൈനാപ്പിൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്ര അങ്ങ് മധുരം വന്നിട്ടില്ല. ഞാനിത് ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് റൗണ്ടിൽ നമ്മൾ സാധാ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന രീതിയിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അധികം തിന്നായിട്ടല്ല, കുറച്ച് കട്ടിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പെപ്പർ പൗഡറില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, അധികം ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൈനാപ്പിളിന് ഒട്ടും തന്നെ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല മധുരമുള്ള ഇതാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ഒരു നമ്മുടെ ഫിഷെല്ലാം പൊരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മസാലേൻ്റെ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുറച്ചൊരു കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഇതേപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുമിച്ചിട്ട് ഇങ്ങനെ കൂട്ടായിട്ടല്ല, ഇതേപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. മസാല ആക്കിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള പൈനാപ്പിളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റാണ് ടൈം വെച്ച് കൊടുക്കുന്നത്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയില്ലേ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് കുറച്ചൊന്ന് ഡ്രൈ ആയി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആ ഒരു വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇപ്പുറത്തെ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ആ ഒരു സൈഡില്ല മറിച്ചിട്ട് ആ ഒരു സൈഡിലും കൂടെ പിന്നെ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എയർ ഫ്രയറിന് പകരമായിട്ട് ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താലും മതി. ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. 8 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ കംപ്ലീറ്റ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. കുഴപ്പമില്ല. ഇത് ഇഷ്ടമുള്ളവരും ഇഷ്ടപ്പെടാത്തവരും ഇവിടെ ഉണ്ടേനു. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് സാധാ ആ ഒരു മസാല എല്ലാം ആക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എയർ ഫ്രയർ ആക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.